ഗൈസ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീഡിയോ ഉണ്ട് ഷോർട്സ് അങ്ങനെ ഇട്ടല്ലാതെ. അപ്പം നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 2 അമ്മായിമ്മ ഹജ്ജിന് പോകണം. അപ്പോൾ നമ്മൾ അതിനും വേണ്ടിയിട്ട് റിയാല് മാറ്റാനും വേണ്ടിയിട്ട് നമ്മൾ CKS പോയതിന് കൊണ്ടുവരും. അപ്പോഴാണ് ഓട്ടോൻ്റെ പുറത്തൊരു ബോർഡ് ഉണ്ടത്, വണ്ടൂർ ഫെസ്റ്റ്. അതാണെങ്കിൽ ചെക്കപ്പ് വായിക്കാൻ പഠിച്ചുകൊണ്ട് ഓനെ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പം പിന്നെ ഓനക്ക് ഈ പരിപാടി കണ്ടേ പറ്റുള്ളൂ. അപ്പം പിന്നെ വേറെ മാർഗമൊന്നുമില്ല കാണിച്ചു കൊടുക്കല്ലാതെ. അപ്പോൾ എന്തായാലും നമ്മൾ 4 വയസ്സിന് മുകൾക്കുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് വേണ്ടോ. കുട്ടികൾക്ക് 100 രൂപയും മുതിർന്നവർക്ക് 120 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. പക്ഷെ എന്തായാലും ആ ടിക്കറ്റിന് നമുക്ക് വർത്തുണ്ട്. ഇവിടെ ഒരിക്കലും നഷ്ടം വരുന്നില്ല കേട്ടോ. നമ്മൾ പെട്ടെന്നില്ല പോക്കായതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കരുതാത്തതുകൊണ്ട് വല്ലാതെ അറമാദിക്കാൻ വിട്ടിട്ടില്ല. പിന്നെ ഇവിടെ കണ്ടില്ല ഓരോരുത്തർ ടൈറ്റാനിക് എടുക്കണേ, പലവിധം പരിപാടികൾ പുറത്തെടുക്കണ്ടേ. എന്തായാലും നമ്മൾ കൊടുത്ത ടിക്കറ്റിന് വർത്തുള്ള പരിപാടിയാണ്. വെള്ളച്ചാട്ടം കാണിക്കാനായി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ നടക്കുന്നത്. ചെല്ലിന് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലേ അവതാറാണ് ഇരിക്കണേ. അവതാറിൻ്റെ മറ്റേ ചങ്ങായിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടേ സ്റ്റാർട്ടിങ്ങിന് ഈ കുഞ്ഞമീനുകൾ വെച്ചിട്ടുള്ള സംഭവം ഇനി. പക്ഷെ അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതൊരു സംഭവം കിട്ടിയില്ല. പക്ഷെ അത് ബാക്കി വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി നമ്മൾ അപ്പുറത്ത് എത്തുമ്പം നല്ല വെളിച്ചത്തിൽ നല്ല കളർഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെക്കന്മാർക്ക് എന്തായാലും പൊലിവേനി. ഈ മീനെ കണ്ടിട്ട് ചെറിയ ചെക്കൻ തുള്ളിച്ചാടേനി. പപ്പ ഫിഷ് പറഞ്ഞിട്ട് ചെവി കേൾക്കാൻ അയച്ചില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തിറങ്ങുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ നോട്ടേ വലിയ മീനുകളിലേനി. അത് നമുക്ക് ഗ്രില്ലിടാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനാണെന്നുള്ളത് ഇനി നമ്മളെ മൈൻഡിലുള്ളത്. ചെക്കനാണെങ്കിൽ ചെറിയ ചെക്കനാണെങ്കിൽ ഓനക്ക് ഇതിന് സാധനം വേണം. ഓനെ മീൻ വീട്ടിൽ കൊണ്ടുപോകണം. അതിപ്പോൾ എങ്ങനെ നടക്കുമോ? അപ്പം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉന്തിത്തള്ളി പുറത്താക്കിയിരുന്നാണ്ടേ വേഗം വിടാൻ പറഞ്ഞ തടി എടുക്കാൻ പറഞ്ഞാണ്ടേ ഉന്തിത്തള്ളി അങ്ങനെ വിട്ടിട്ടോ. പിന്നെ അതിൻ്റെ ഇടക്കാണെങ്കിൽ ഈ ഇരുട്ടത്ത് കുറേ ആൾക്കാർ സെൽഫി എടുക്കുന്നുണ്ട്. നമ്മൾ കുറേ എടുക്കാൻ നോക്കി. അപ്പോൾ നമുക്ക് നന്ദലം നടന്നില്ല. പിന്നെ ഇവിടെ എത്തിയപ്പം സാധനം കളർഫുള്ളായി. നല്ല കളർഫുൾ പറഞ്ഞാൽ അത്യാവശ്യം വെളിച്ചുണ്ട്, വെട്ടം വെളിച്ചുണ്ട്. കാണാൻ നമ്മൾ തന്നെ കുറച്ച് നേരം നോക്കി വെക്കും. കുട്ടികൾ മാത്രമല്ല അമ്മക്ക് തന്നെ കാണാൻ മാത്രമുള്ളൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണത്. പല കളറിലുള്ള മീനുകൾ, പച്ചയും മഞ്ഞയും വെള്ളയും നീലയും കറുപ്പും കണ്ട കാഴ്ചക്ക് മുതലേനി. പക്ഷെ കുട്ടികളെയും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് പുറത്തിടക്കാനാണ് പാട്. ഇവിടെ നിന്ന് കണ്ട് പോന്ന് കിട്ടണ്ടേ. പിന്നെ നമ്മൾ ഈ ഒരു വൈക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരാളിതോടെ വായും പൊളിച്ചിരിക്കണേ. ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മക്കളെ സത്യം പറയാല കണ്ട കാഴ്ചയിൽ ഏറ്റവും വർത്തായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇതിനകത്തുള്ള കാഴ്ചയായിരുന്നു. ഇത് ഞാൻ സമ്മതിച്ചാണ്. ഈ ഒരു സംഭവം സെറ്റ് ചെയ്തോലെ ഒരു ക്ഷമ. നമുക്കൊക്കെ ക്ഷമ എന്നുള്ള സംഭവം അടുത്ത് കൂടെ പോയിട്ടില്ല. ഇതിനൊക്കെ ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും എത്ര നേരം പണിയെടുത്തേക്കൂലേ ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ. പക്ഷെ അത്യാവശ്യം കാണാനുള്ളൊരു കാഴ്ച തന്നെയാണ്. കാണാനുള്ളൊരു കാഴ്ച പറഞ്ഞാൽ അതിനുള്ള പണികൾ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചു. എനിക്കെന്തായാലും അവിടെ കണ്ടില്ല മീനും മറ്റും മറിച്ചൊന്നുമല്ല. എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഇത് ചെയ്തോലെ നമ്മൾ സമ്മതിക്കാൻ വേണം. ഞാൻ എന്തായാലും സമ്മതിച്ചു. ഇതെന്തായാലും ഇത് കണ്ടാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ആർക്കായാലും സംഭവം ലൈക്കാവും. നമ്മൾ ചെന്ന നേരത്തെ എന്തായാലും വലിയ തിരക്കും അലമ്പും കാര്യങ്ങളൊന്നും ഇല്ലതുകൊണ്ടു. അതുകൊണ്ട് നമുക്ക് എന്തോ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് ആസ്വദിച്ചിട്ട് തന്നെ കണ്ട് സാവധാനം അങ്ങനെ നടന്ന് നീങ്ങാൻ പറ്റി. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാനായപ്പോൾ ഇതിന് ബാക്കിൽ ആളുകൾ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു മൂഡ് പോയി. പക്ഷേ ഇത് കണ്ടില്ല നിങ്ങൾ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മടുപ്പില്ല. അതിപ്പോൾ ഇനി കുട്ടികളായാലും മുതിർന്നവരായാലും 2K കിഡ്സ് ആണെങ്കിലും 19s ആണെങ്കിലും ആർക്കാണെങ്കിലും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ മുതൽ തന്നെയാണ്. ഇയാളെ കണ്ടില്ല നിൽക്കണത്. സംഭവം ഇതൊക്കെ ചെയ്ത് വെച്ചത് സീന് സാധനം കേട്ടോ. ഓലെ കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാൻ തന്നെ വേണം. ഞാൻ ഇത് പിന്നെയും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവരെ ക്ഷമയാണ്. ഞാനൊക്കെ പണ്ട് കുറച്ച് ചിത്രമൊക്കെ വരച്ചിനി. ഇപ്പോൾ ചെക്കന്മാർക്ക് ഒരു ചിത്രം വരച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഒരു പൂമ്പാറ്റനെയും കിളിനെയും വരച്ചു കൊടുക്കാൻ വരെ നമുക്ക് പറ്റുന്നില്ല. എന്തായാലും ഈ പരിപാടി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മൾ വണ്ടൂർ തന്നെയാണ്. അപ്പം അതിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ട, എത്രയും പെട്ടെന്ന് വിട്ടോളി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാർണിവൽ നമ്മൾ നേരത്തെ എത്തിയോണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. പല ഐറ്റം പരിപാടികളുണ്ട്. മരണക്കിണറായിട്ടും തോണിയായിട്ടും പിന്നെ 16 ഈ സംഭവം അത് വേറെ ഉണ്ട്. പിന്നെ ഗെയിംസ് പലവിധം ഗെയിംസ് ഉണ്ട്. കച്ചവടക്കാരാണെങ്കിൽ അത് വേറെ ഉണ്ട്. നമ്മൾ പല ഗെയിംസും കണ്ടെങ്കിലും നമ്മൾ ചെക്കന്മാരെ കണ്ടപ്പോഴും വേറെ വൈക്കേനും. ഇതാണ്ടല്ലോ ഒരുത്തം പാളി നോക്കണേ. അതാ കണ്ടാൽ പിന്നെ എങ്ങനെ പോകും ഓനക്ക്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഓനക്ക് ആ ട്രെയിനിൽ കയറണം. പിന്നെ അത് കയറാതെ ഓൻ അവിടുന്ന് ഒരു അടി അനങ്ങൂല.
അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ട്രെയിനിലൊന്ന് കയറ്റി. ട്രെയിനിൽ കയറിയോണ്ട് രണ്ടാളും കുറച്ച് കറക്കൊക്കെ ഇറങ്ങിയപ്പോഴേ ട്രെയിനിൽ വേറെ ആരുമില്ല, ഓല് രണ്ടാളും മാത്രമേ ഉള്ളൂ. ഓൽക്ക് രണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചങ്ങായി അത് ഓടിച്ചെന്ന് തന്നെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണേ. പിന്നെ അതാ ഈ ചിത്രത്തിലെ കുറേ കുരങ്ങന്മാരും ഓലെന്നെ ഉള്ളേനി. വലിയോന് കുറച്ചൊക്കെ അതിലിരുന്ന് ആസ്വദിച്ചെങ്കിലും ചെറിയോന് ആദ്യം ഒരു അന്താളിപ്പേനി. പിന്നെയാണ് ഓനൊന്നിങ്ങനെ സ്ലോ ആയിട്ട് അതിലേക്ക് ഇങ്ങനെ വന്നേ. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയൊരു പരിപാടിയാണ് ഇപ്പം നമുക്ക് ഇവിടെ വണ്ടൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, മിസ് ചെയ്യണ്ട, പെട്ടെന്ന് പോരി. പിന്നെ നേരത്തെ വരുന്നത് നല്ലതല്ല കേട്ടോ, കുറച്ചും കൂടിയും ലേറ്റായിട്ട് വരുന്നതന്നെ ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് ആ ഒരു മഗ്‌രിബിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരും ഏറ്റവും ബെറ്റർ. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് വലിയോനക്ക് ലാസ്റ്റ് യന്ത്രമഞ്ഞാൽ കാരണം. എനിക്കാണെങ്കിൽ പണ്ട് തൊട്ട് ആ സാധനം പേടിയാണ്. പിന്നെ ഓനൊറ്റക്കൽ കയറ്റുമോ? അതില്ല. കണ്ടില്ല ഓരോരുത്തരെയും മീനിലും ഇതിലൊക്കെ കറങ്ങണേ. പിന്നെ എന്തായാലും നമ്മൾ ഒന്നും നോക്കിയില്ല, ഗെയിമൊന്നും കളിച്ചു നോക്കരുത്. ഗെയിം കളിച്ചപ്പോൾ പിന്നെ പണ്ട് തൊട്ടേ നമുക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് ഒന്നും ലക്ഷ്യസ്ഥാനത്ത് കിട്ടിയില്ല. നമ്മൾ ലക്ഷ്യം വെച്ചെറിഞ്ഞ് ഓരോ ഏറും പല വൈക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ആ 50 അങ്ങോട്ട് മൂഞ്ചി. ഇതിൻ്റെ മുന്നേ പിന്നെ ഒരു ബോൾ ഉരുട്ടുന്ന സംഭവം ഉണ്ടായി. അതാകുമ്പോൾ എന്താ വെച്ചാൽ ഒരു പാത്രങ്ങളും കിട്ടും. സംഭവം 50 ഉറുപ്പ്യ കൊടുത്താലും 6 ഉറുപ്പ്യേൻ്റെ 8 ഉറുപ്പ്യേൻ്റെ പാത്രമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം, അതെങ്കിലും കിട്ടും. എന്നാലും ഭയങ്കര സന്തോഷം തന്നെ നമുക്ക്. പിന്നെ ഞാനിതൊക്കെ എറിഞ്ഞപ്പോൾ ചെക്കന്മാർക്ക് ഓൽക്ക് വരികയാണ്. പോയ 50 തന്നെ പോയി. പിന്നെ ഓൽക്കത് എറിഞ്ഞങ്ങോട്ട് എത്തും കൂടി ഇല്ല. പിന്നെ അടുത്ത കൊടുക്കണ്ടല്ലോ. നമ്മളത് ഏതൊക്കെ ആയുമ്പോൾ തൊട്ട് നിന്നീനി. അപ്പോൾ അതിന് കാക്ക സാധനം തരില്ല എന്നും പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞത് അവിടെ ഒരു ഫുഡ് കോർട്ട് തന്നെ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട ജ്യൂസും കാര്യങ്ങളും പൊരിയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെല്ലായിടത്തും നടന്ന് കുഴങ്ങി ക്ഷീണിച്ച് വരുന്ന ആൾക്കാർക്ക് കുറച്ചേരൊക്കെ ഒന്ന് മനസ്സമാധാനമായിട്ട് വെള്ളം കുടിച്ച് കുത്തിരിക്കാൻ പറ്റിയൊരു സ്പോട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അതന്നെ ഓരോരു സ്റ്റാളൊക്കെ എടുത്ത് നിൽക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു റേറ്റിന് മാറ്റമൊക്കെ വരുന്നുണ്ട്. പിന്നെ വീട്ടുകാരും കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമ്മൾ ചെക്കന്മാർ മാത്രം പോണ മാതിരിയല്ല, ആവശ്യങ്ങൾ അവർക്ക് കൂടുതൽ ആവശ്യങ്ങളുണ്ടാവും. ഓർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. കത്തിയും കടാരും ചീർപ്പും മറ്റതും മറിച്ചും പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ചൂടാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ വരുമല്ലേ, വിത്തും കാര്യങ്ങളും വേണ്ടവർക്ക് അത് വാങ്ങിക്കാനുള്ള നല്ല വിധം വിത്തുകളും ചെടികളെ വിത്തുകളും വെജിറ്റബിൾസിൻ്റെ വിത്തുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അത് അവിടെ പാലിയേറ്റീവിൻ്റെ പിരിവുണ്ടായിരുന്നു. നമ്മൾ അതിക്ക് ചെറിയൊരു സംഭാവന നമ്മളെ കൊണ്ട് കഴിയണ മാതിരി നമ്മളെന്തായാലും അൽഹംദുലില്ലാഹ് കൊടുക്കാൻ പറ്റി. പിന്നെ ചെക്കനെ എങ്ങനെ പിടിച്ചിട്ട് ഒരു കാര്യമല്ല. ഓൻ്റെ ലക്ഷ്യം ഓനെന്തായാലും ഓനയിമ തന്നെ അയിമന്ന് വിടൂല. ഈ ജാതി സാധനം എന്താ വെച്ചാൽ ഓനക്ക് വെറുതെയാണ്. ഓനത് ആ എടുത്ത് കൊണ്ടുവരുന്ന കമ്പുണ്ടാവുക കഴിഞ്ഞ് ഓൻ എന്തെങ്കിലും കട്ടിയിട്ട് പൊട്ടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വീലി പറിച്ചെടുക്കും, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മൂലക്കിടും. എൻ്റെ അമ്മ വലിയൊരു ബേസിൽ ഫുള്ള് ഓൻ്റെ സാധനങ്ങൾ അങ്ങനെ ഇട്ട് വെച്ചിരുന്നു. ഒക്കെ കേടെടുത്തിയത് ആ കൊണ്ടുമ്പത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര നല്ല സാധനമാണെങ്കിലും അത് കൊണ്ടുപോയിട്ട് മുറ്റത്ത് കൊണ്ടെങ്കിലും ഒന്ന് ഉരുട്ടി പോകും. പിന്നെ ഇടയ്ക്ക് വലിയോനക്കൊരു മോതിരം നോക്കിയിട്ട് ഓനക്ക് പോകാത്ത സാധനമൊന്നുമില്ലേ. പിന്നെ കുറച്ച് ബുക്ക് നോക്കി. ബുക്ക് കണ്ടപ്പോൾ എനിക്ക് അല്ലാത്തൊന്നും വായിക്കില്ലെങ്കിലും അവിടെ കണ്ടപ്പോൾ എനിക്ക് നോക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറേ വാളിയും മാലിയും ചീർപ്പും കണ്ണാടിയും മറ്റതും മറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പെണ്ണുങ്ങൾക്ക് എന്താ അത് കണ്ടാൽ ഓൽക്ക് അതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെ പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ കുറേ കുട്ടികൾ കുടുംബത്തിലെ എല്ലാ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുന്ന വെച്ചാൽ അടി പിരിയാൻ ചാൻസ് ഇല്ല. കാരണം ഓൾക്ക് അവിടെ ഒന്ന് ഇവിടുന്നൊക്കെ കുറേ തോണ്ടാനും എടുക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാ വേറൊരു സാധനം, മെയിൻ ഐറ്റം എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇവിടെ എത്തിയിരിക്കും. നമ്മളെ പഴയ നൊസ്റ്റാൾജിയ. ഒരുപാട് നമ്മൾ പണ്ട് വാങ്ങിയ സ്കൂളിൽ പോകുമ്പോൾ വാങ്ങാൻ പറ്റുന്ന കുറേ മുട്ടകളുണ്ട്. ഇത് എൻ്റെ ഉമ്മക്ക് വേണ്ടി വാങ്ങിയിട്ടോ. ആ സാധനം വാങ്ങി എൻ്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പക്ഷെ അത് നമുക്ക് അകത്താവുമ്പോൾ ചെറിയ റേറ്റിന് മാറ്റേണ്ടി തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലേ സാറന്മാർ ഓൽക്ക് വേണ്ട സാധനം ഓലായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ മുന്നിലേക്ക് ചാടിയാണ്. കാരണം നമ്മൾ വീഡിയോ എടുത്ത് ആക്കുമ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്താണ്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ ചെക്കന്മാരൊന്ന് വേറെടുത്തി പോരാൻ പെട്ടൊരു പാടുണ്ടല്ലോ, ചില്ലറല്ല. പിന്നെ സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്ക് കരുതിയാണ്ട് വെക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേന് വാങ്ങിവെക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വാങ്ങിവെക്കാം. അതിനുള്ള സാധനങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഈ വണ്ടൂരത്തെ പരിപാടി കാണാത്തവരുണ്ടെങ്കിൽ ഈ വണ്ടൂർക്കാരൊക്കെ പെട്ടെന്ന് വിട്ടോളി കേട്ടോ. ഇനി ഈ ഒരു അവസരം മിസ് ചെയ്യണ്ട.